മസ്ത 3ൻ്റെ പാർസൽ വന്നിട്ടുണ്ട്. ഈ ഒരു കുഞ്ഞ് ലോറിക്കാണ് ആ പാർസൽ വന്നേക്കുന്നത്. നമ്മുടെ വണ്ടി അവിടെ കിടപ്പുണ്ട്. നമ്മളിപ്പം പാർസൽ ഇറക്കുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യും. അതാണ് നമ്മുടെ പാർസൽ ഇരിക്കുന്നത്. വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് സാൽവേജ് മലയാളി. മസ്ത CX-3 റീബിൽഡിംഗ് സീരീസിലെ 2ാമത്തെ എപ്പിസോഡാണിത്. അപ്പോൾ നമ്മുടെ പാർട്സ് വന്നിട്ടുണ്ട്. നമ്മൾ പാർട്സ് വണ്ടി എടുക്കുന്ന സമയത്ത് തന്നെ നമ്മൾ പാർട്സൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ കുറച്ച് നോർത്തിൽ നിന്നാണ് ഓർഡർ ചെയ്തത്. ബ്രേക്കിംഗ് യാർഡിൽ നിന്നാണ് നമ്മൾ പാർട്സ് ഓർഡർ ചെയ്തത്. അപ്പോൾ നമ്മൾക്ക് പോയി എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അവർ പാർസൽ അയച്ചു തരുവാണ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഫോട്ടോസ് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇത് യാർഡിലെ ഫോട്ടോസാണ്. അവർ നമുക്ക് ഫോട്ടോ അയച്ചു തന്നാണ് പാർട്സിൻ്റെ കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇന്ന് നമ്മുടെ മസ്ത 3ൻ്റെ ബാക്ക് ബമ്പർ മാറാൻ പോവുക. ബാക്ക് ബമ്പർ വിത്ത് ക്രാഷ് പാഡ്. നമ്മുടെ ബാക്ക് ബമ്പറും ക്രാഷ് പാഡും എത്തിയിട്ടുണ്ട്. അപ്പം ഞാനും സിജോയും കൂടെ വണ്ടിക്ക് ഓൾറെഡി വർക്ക് സ്റ്റാർട്ട് ചെയ്തു. അലൻ ഇപ്പോൾ ഇവിടെ ഇല്ല, അവന് ട്രെയിനിങ്ങിന് പോയിരിക്കുകയാണ്. അപ്പം അവൻ ഉടനെ ജോയിൻ ചെയ്തതാണ് നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ ടൈം ലാപ്സ് എടുത്തിട്ടുണ്ട്. ഇടയ്ക്ക് വെച്ച് ക്യാമറ മറിഞ്ഞു പോയതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ചില്ല, വർക്കിൻ്റെ തിരക്കിലായതുകൊണ്ട്. അതുകൊണ്ട് കുറച്ച് സ്ഥലമൊക്കെ കട്ടായി പോയിട്ടുണ്ട്. നമ്മുടെ ക്രാഷ് ബാർ നമ്മൾ ഒരു നോക്കുവാണ്. കുറച്ച് റെസ്റ്റ് ഉണ്ട്, അതുകൊണ്ട് നട്ട് ഒരു വരുന്നില്ല. നമ്മൾ ഫോട്ടോയൊക്കെ അടിച്ചിട്ട് വെയിറ്റ് ചെയ്യാനായിട്ട് പ്ലാൻ. കുറച്ചൊക്കെ വരുന്നുണ്ട്, പക്ഷെ നല്ല സ്റ്റക്കാണ്. ഇത് വർക്കായില്ലെങ്കിൽ നമുക്ക് കുറച്ച് ഹീറ്റ് കൊടുത്ത് നമുക്ക് വരാൻ നോക്കാം. ക്രാഷ് ബാറൊന്ന് മാറിയപ്പോഴത്തേനും വണ്ടീൻ്റെ ലുക്കൊന്ന് മാറിയില്ലേ. നമ്മൾ ഇങ്ങനെ വണ്ടി എടുക്കുമ്പോൾ മെയിൻ ഇമ്പോർട്ടൻ്റ് നോക്കേണ്ട കാര്യം ക്രാഷ് ബാർ. ട്വിസ്റ്റ് ചെയ്തു, ഇത്ര ഉള്ളൂ പരിപാടി. എന്നിട്ട് ഇനി ഈ ബമ്പർ അലൈൻ ചെയ്തിട്ട് ലോക്ക് ഇടുവാണ്. ഇത് വരുമ്പോഴത്തേനും ഓക്കെ ആവും. ടൂൾസ് അവിടെ ഇവിടെ എല്ലാം പരന്ന് കിടക്കുവാണ്. ഇതൊന്ന് കഴിഞ്ഞിട്ടെല്ലാം പറക്കി വെക്കണം. ഇവിടെ ഒരു ക്ലിപ്പ് വരുന്നുണ്ട്. ആ ക്ലിപ്പ് അതിൻ്റെ ഉള്ളിൽ കയറി പോകണം, എന്നാലാണ് അത് കറക്റ്റ് ഹാങ് ആയിട്ട് നിൽക്കുള്ളൂ. അവിടെ ഒരു വൈറ്റ് ക്ലിപ്പ് വരുന്നുണ്ട്. ആ ക്ലിപ്പ് അതിൻ്റെ ഉള്ളിലേക്ക് കയറിയാൽ മാത്രം. ഏകദേശം സെറ്റായിട്ടുണ്ട്. ഉണ്ടോ, ഈ സൈഡ് പ്രൊസീജിയർ ഇവിടുത്തെ ക്ലിപ്പ് ഇട്ട് ഇവിടെ ഓക്കെ ആയി. ഇനിയിപ്പം സെൻറ്ററിലെ ക്ലിപ്പാണ് വരേണ്ടത്. ഈ ബമ്പർ നമ്മൾ ഈ വണ്ടി മേടിക്കുന്നതിന് മുന്നേ നമ്മൾ ഈ ബമ്പർ കണ്ടിട്ടാണ് ഈ വണ്ടി മേടിച്ചത്. കാരണം നമ്മൾ ഓൾറെഡി ബമ്പർ കണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് വണ്ടി എടുക്കുന്ന കാര്യം തീരുമാനിച്ചത്. കാരണം ഓൾറെഡി ബമ്പർ ഉള്ളപ്പം ബമ്പറും ക്രാഷ് കാർഡും ഉണ്ട്. ദെൻ പിന്നെ വണ്ടി എടുക്കുന്നതിന് കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിച്ചാണ് എടുത്തത്.
കണ്ടോ ബിനോച്ചനെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ പ്രൊഫഷണൽ മെക്കാനിക്കിനെ പോലെ ഉണ്ട് കണ്ടു കഴിയുമ്പോൾ. ലുക്ക് the way he is doing it is really good. പിന്നല്ല ബിനോച്ചന് ഇരിക്കട്ടെ ഒരു പതക്കം. സുജപ്പൻ ഇന്ന് ലൈസൻസ് ഒക്കെ മേടിച്ച് വന്നിരിക്കുന്ന ഇന്ന് പോയി ഏതോ ഒരു സ്ഥലത്ത് പോയി ലൈസൻസ് എടുത്തിട്ട് വന്ന വഴി ഇത്. എല്ലാ സ്ക്രൂവും തിരിച്ചിട്ടാണ്. കാരണം ഇവന്മാർ രണ്ടുപേരും കൂടി ഈ സ്ക്രൂ മൊത്തം ഊരി. അതുകൊണ്ട് എനിക്ക് ഇതിനകത്ത് കയറി കൈ കടത്താൻ പറ്റത്തില്ല. കാരണം ഏത് സ്ക്രൂ ഇവന്മാരെ ഊരിയെന്ന് നമുക്കറിയത്തില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ മാറി ഒന്ന് വീഡിയോ എടുക്കാം. കളർ എനിവേ Now all you got to do is get them back to black on, see them sides. Get them on the back to black, and that come black. The sides will come as black as that. ഇപ്പോൾ നമ്മളോട് സംസാരിച്ച് നമ്മുടെ വീടിനടുത്ത് താമസിക്കുന്ന അപ്പച്ചനാണ്. നമ്മൾ വണ്ടി പണിയുമ്പോൾ ഇടയ്ക്ക് ഒന്ന് സംസാരിക്കാറൊക്കെ ഉണ്ട്. ഇടയ്ക്ക് നമുക്ക് ഓരോ അഡ്വൈസുകളും കാര്യങ്ങളൊക്കെ തരാറുണ്ട്. ഇപ്പോൾ പറയുന്നത് നമ്മുടെ ഈ ട്രിമ്മിന് രണ്ടിന് രണ്ട് കളറാണ്, അപ്പോൾ അത് പോളിഷ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു തരുവാണ്. നീ ആ കറുത്ത പിന്നു മൊത്തം ഇട്ടോടാ വിനോ. അപ്പോൾ ഈ വണ്ടിയുടെ പണി മൊത്തം ഏകദേശം കഴിയാറായി. ഇപ്പോൾ ബമ്പറൊക്കെ തിരിച്ച് ഫിറ്റ് ചെയ്തു. ലാസ്റ്റ് ഫ്യൂ ബിറ്റ്സാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ രണ്ട് സൈഡിൽ ട്രിം ഇടുക, അടിയിലത്ത് കുറച്ച് സ്ക്രൂസ് ഉണ്ട്, അതും കൂടെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടിയുടെ പണി ഏകദേശം മൊത്തം കഴിഞ്ഞു. അതും കൂടെ ഫിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് വണ്ടി ഒന്ന് മൊത്തത്തിൽ കാണാം. അങ്ങനെ നമ്മുടെ മസ്ഡയുടെ പ്രൊജക്റ്റ് ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. നമ്മൾ ഫുൾ പണിയും കഴിഞ്ഞു. പിന്നെ ഡാമേജ് ഉണ്ടായിരുന്ന ബമ്പറും ക്രാഷ് കാർഡ് നമ്മൾ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. അതുമാത്രം ഉണ്ടായിരുന്നുള്ളൂ ഈ വണ്ടിക്ക് കംപ്ലൈൻ്റ് ആയിട്ടുണ്ടായിരുന്നു. അത് ഫുള്ള് നമ്മൾ ക്ലിയർ ചെയ്തു. ഇനി നമ്മൾ വണ്ടിയുടെ ഡയഗ്നോസ് ചെയ്യാൻ പോവാണ്. അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ നെക്സ്റ്റ് ആയിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. വണ്ടി ഡയഗ്നോസ് ചെയ്യാൻ പോവാണ്. എന്തെങ്കിലും കോഡ്സ് ഇറേഴ്സോ എല്ലാം ഉണ്ടെങ്കിൽ നമ്മൾ ചെക്ക് ചെയ്യാൻ പോവാണ്. OBD സ്കാനർ വഴി വണ്ടിയുടെ കോഡ്സ് റീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും കോഡ് സ്റ്റോർ ആയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ ചെക്ക് ചെയ്യുവാണ്. ഇപ്പോൾ റിസൾട്ട് വന്നിട്ടുണ്ട്. അപ്പം ഒരു കോഡ് കാണിക്കുന്നുണ്ട്, അപ്പ് നോർമൽ എന്ന് പറഞ്ഞിട്ട്. അത് എൻജിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് യൂണിറ്റിൻ്റെ പാഡ് സിസ്റ്റത്തിൻ്റെയാണ്. ഇറ്റ് കുഡ് ബി എനിത്തിങ്, കീയുടെയോ അങ്ങനെ എന്തെങ്കിലും ഫോൾട്ടാകും. നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ക്ലിയർ കോഡ് ചെയ്തിട്ട് ഒന്നും കൂടെ നമുക്കൊന്ന് റീഡ് ചെയ്ത് നോക്കാം. കോഡ് തിരിച്ചു വരുന്നുണ്ടോ ഇല്ലോ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ കോഡ് തിരിച്ചു വന്നിട്ടില്ല. ദാറ്റ് മീൻസ് നമ്മൾ ഓൾ ക്ലിയർ ആണ്. വണ്ടിക്ക് വേറെ ഇറേഴ്സോ കോഡ്സോ കാര്യങ്ങളൊന്നുമില്ല. നമ്മളിനി വണ്ടി ഒന്ന് വാഷ് ചെയ്യാനായിട്ടൊക്കെ ആയിട്ട് പോവുകയാണ്. നമ്മുടെ കുട്ടനെ അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ വാഷിങ്ങും കഴിഞ്ഞു. ഇനിയിപ്പോൾ ലാസ്റ്റ് ഒരു ഇതും കൂടി ഉള്ളൂ, ഒന്ന് റിൻസ് ചെയ്ത് വിടുക. ബാക്കിയെല്ലാം കഴിഞ്ഞു. വണ്ടി നല്ല നെക്സ്റ്റ് അടിപൊളിയായിട്ടുണ്ട്. കണ്ടില്ലേ, എനിക്ക് കാണാൻ പറ്റും. പണിയൊക്കെ കഴിഞ്ഞിട്ട് വണ്ടി നല്ല സെറ്റ് ആയിട്ട് ഇരിക്കുകയാണ്. വണ്ടി റെഡി ഫോർ സെയിൽ ആണ്. ഇൻസ്റ്റാഗ്രാം പേജിലൂടെ നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഒപ്പം തന്നെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പം അടുത്ത വീഡിയോ കാണുന്നത് വരെ See you soon.